وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. സൂറത്തുൽ ബഖറയിലെ 109-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി വദ്ദ കസീറും മിൻ, തൻവീനിന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. തൻവീൻ എന്ന് വെച്ചാൽ ഇരട്ട ഫത്ഹ്, ഇരട്ട ദമ്മ്, ഇരട്ട കസ്ർ. തൻവീന് ശേഷം മീം വന്നതുകൊണ്ട് തന്നെ തൻവീന് മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. കസീറും മിൻ, ലൗ യറുദ്ദൂനകും മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം അഷ്ശഫവിയാണ്, അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്നാണ് ഇവിടെ നിയമം. സുക്കൂനുള്ള മീമിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മിൻ ബഅദി 2 പ്രാവശ്യം ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിയമം അൽ ഇഖ്ലാബാണ്, അതായത് സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം മീമിന് ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഹസദം മിൻ, തൻവീന് ശേഷം മീമു വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. തൻവീനിൻ്റെ ശബ്ദം മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഐന്ദി അൻഫുസിഹിം, ഈ 2 ഉദാഹരണങ്ങളിലും അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മിൻ ബഅദി, മുമ്പ് പറഞ്ഞതുപോലെ അൽ ഇഖ്ലാബാണ് നിയമം. തബയ്യന ലഹുമുൽ ഹഖ്, ഈ വാക്കിൽ നിർത്തുകയാണെങ്കിൽ ഖൽഖലായാണ് ഇവിടെ നിയമം. അൽ ഹഖ്, ഖാഫിന് ഇപ്പോൾ കേട്ട ശബ്ദം നാം പുറപ്പെടുവിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഖാഫ് ഷദ്ദുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ നാം ഖൽഖല ചെയ്യുന്നതോടൊപ്പം കൂടുതലായി കനപ്പിക്കേണ്ടതാണ്. അൽ ഖൽഖലത്തുൽ അഖ്വ അൽ ഉസ്മ എന്ന പേരിലാണ് പണ്ഡിതന്മാർ ഈ ഖൽഖലയെ പരിചയപ്പെടുത്താറുള്ളത്. ഇന്നല്ലാഹ, ഇവിടെ ഷദ്ദുള്ള നൂനായത് കൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻവീന് ശേഷം ഖാഫ് വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. തൻവീൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അതോടൊപ്പം തന്നെ മണിക്കുമ്പോൾ നാം കനപ്പിക്കേണ്ടതാണ്. കാരണം ശേഷം കനപ്പിക്കേണ്ട അക്ഷരമായ ഖാഫ് വന്നതുകൊണ്ട് തന്നെ നാം മണിക്കുമ്പോൾ തഫ്ഹീമും കനപ്പും അതിൻ്റെ കൂടെ വരേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്തെ പൂർണ്ണമായും കേൾക്കാം. وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 109 ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വദ്ദ മോഹിക്കയാണ്, കസീറും അധികം ആളുകൾ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്ന്, ലൗ യറുദ്ദൂനക്കും അവർ നിങ്ങളെ മടക്കിയെങ്കിൽ കൊള്ളാമെന്ന്, മിൻ ബഅദി ശേഷം, ഈമാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്, കുഫാറ അവിശ്വാസികളായി, ഹസദൻ അസൂയയാൽ, മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ മനസ്സുകളിൽ നിന്ന്, മിൻ ബഅദി ശേഷം, മാ തബയ്യന വ്യക്തമായതിന്, ലഹും അവർക്ക്, അൽ ഹഖ് യഥാർത്ഥം, ഫഅഫു എന്നാൽ നിങ്ങൾ മാപ്പാക്കുവിൻ, വസ്ഫഹു തിരിഞ്ഞുകളയുകയും ചെയ്യുവിൻ, ഹത്താ യഅ്തിയ വരുന്നത് വരേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബി അംരിഹി അവന്റെ കൽപ്പനയും കൊണ്ട്, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങൾ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ അധികം ആളുകളും ആഗ്രഹിക്കുന്നത്. അവർക്ക് യഥാർത്ഥം വ്യക്തമായിട്ടുള്ളതിന് ശേഷം അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയയാൽ, എന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരേക്കും നിങ്ങൾ മാപ്പ് ചെയ്യുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു കൊള്ളുവിൻ, നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂരിഭാഗം വരുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ കുറിച്ച്, വിശിഷ്യ യഹൂദികളായ ആളുകളെ കുറിച്ച്, അവരുടെ ഹൃദയത്തിൽ അടിയുറച്ചു കഴിഞ്ഞിട്ടുള്ള അസൂയയെക്കുറിച്ചും, ഇസ്ലാമിന് വിരുദ്ധമായി അവർ സ്വീകരിച്ചു വന്ന അവരുടെ പകയെക്കുറിച്ചുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഈ 109 ആയത്തിലൂടെ സംസാരിക്കുന്നത്. യഹൂദികളുടെ ഈ അസൂയ കാരണം അവരുടെ അവസ്ഥ ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ, അവർ അവരുടെ മനസ്സുകളിൽ ആഗ്രഹിച്ചു പോവുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനം സ്വീകരിച്ച സത്യവിശ്വാസികളായ ആളുകൾ, ആ സ്വഹാബത്ത്, അവർ വിശ്വാസികളായതിനു ശേഷം തിരിച്ച് അവർ കുഫറിലേക്ക് തന്നെ മടങ്ങി വരണമെന്നാണ് സത്യനിഷേധികളായ ഈ യഹൂദികൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പരിശ്രമിക്കുകയാണ്, കുതന്ത്രങ്ങൾ മെനയുകയാണ്. പക്ഷേ അവരുടെ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് സത്യമെന്ന് മനസ്സിലാവാത്തത് കൊണ്ടല്ല സഹോദരങ്ങളെ യഹൂദികൾ ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ യഹൂദികൾ. അതുകൊണ്ടാണ് മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈ യഹൂദികൾ അവർ സത്യവിശ്വാസികളുടെ മേൽ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ പകൽ വെളിച്ചത്തിൽ വിശ്വസിക്കുകയും ആ ദിവസത്തിന്റെ അവസാനത്തിൽ ആ സത്യത്തെ നിഷേധിക്കുകയും ചെയ്തത്. എന്തിനു വേണ്ടി? ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി. വേദക്കാരായ അറിവുള്ള ആളുകൾ എന്ന നിലക്ക് അവരിൽ ഒരു കൂട്ടം പകലിൽ വിശ്വസിക്കുകയും പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞാൽ അവർ ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാം സ്വീകരിച്ച സത്യവിശ്വാസികളായ സ്വഹാബത്തിനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഈ യഹൂദികൾ ധരിച്ചു വെച്ചത്. ഈ രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ
അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ കാരണം അവരിൽ കുടികൊള്ളുന്ന അസൂയ നിമിത്തമാണ് എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിലൂടെ അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കെണിയിൽ അകപ്പെടാതെ അവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ക്ഷമിച്ചും സഹിച്ചും നിലകൊള്ളുവാൻ വേണ്ടി സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ നേരിടുന്ന ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം അള്ളാഹുവിന്റെ പക്കൽ നിന്നും വരാനുണ്ട് എന്ന ഒരു സുവിശേഷം അറിയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 109 ആയത്തിന്റെ ഒരു സംക്ഷിപ്ത വിശദീകരണമായിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.